ലീലാവതാരങ്ങൾ ഭഗവാൻ ലീല ചെയ്യാൻ വേണ്ടി, സൃഷ്ടികർമ്മങ്ങളല്ലാതെ ഭക്തരുടെ ഹൃദയത്തെ ആകർഷിപ്പിക്കാൻ വേണ്ടി, ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കളുടെ ഹൃദയത്തെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ എടുക്കുന്ന അവതാരങ്ങളെയാണ് ലീലാവതാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീലാവതാരങ്ങളിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഭക്തരെ ആകർഷിപ്പിക്കുക, ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കളെ ആകർഷിപ്പിച്ച് ഭഗവാനിലേക്ക് ആകർഷിപ്പിച്ച് ഭഗവാന്റെ ഭക്തരാക്കുക എന്നതിനു വേണ്ടിയാണ് ലീലാവതാരങ്ങൾ. ലീലാവതാരങ്ങൾ അസംഖ്യമുണ്ട്. സൂതഋഷി 24 ലീലാവതാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. മത്സ്യം, കൂർമ്മം, നരസിംഹം, അങ്ങനെ ഭഗവാന്റെ ലീലാവതാരങ്ങൾ ഭഗവാന്റെ ആധ്യാത്മിക ശക്തിയിലൂടെ, അതിനെ ചിത് ശക്തി എന്ന് പറയും, ചിന്മയ ശക്തി, ആധ്യാത്മിക ശക്തി. ആ ആധ്യാത്മിക ശക്തിയിലൂടെ ഭഗവാൻ എങ്ങനെയാണ് ഓരോ ലീലകൾ ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. സൂതഋഷി പറയുന്നു, ഈ അവതാരങ്ങളിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ എല്ലാ അവതാരങ്ങളുടെയും